ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ 4-ാമത്തെ സ്കന്ധത്തിലെ 54-ാമത്തെ കഥയാണ്. ശിവഗീതവും പ്രചേതസ്സുകളുടെ തപസ്സും. പൃഥുമഹാരാജാവിൻ്റെ കാലശേഷം പുത്രനും കീർത്തിമാനുമായ വിജിതാശ്വൻ രാജാവായി. അദ്ദേഹം അനുജന്മാർക്ക് ഏറെ പ്രിയങ്കരനാകയാൽ ഭരണസൗകാർദ്യം രാജ്യം പല ഭാഗങ്ങളായി തിരിച്ചു. ഹര്യക്ഷന് കിഴക്ക് ദിക്കും, ധൂമകേശന് തെക്കും, വൃകന് പടിഞ്ഞാറും, ദ്രവിണശ്വസിന് വടക്കും പകുത്തുകൊടുത്തു. മുമ്പൊരിക്കൽ വിജിതാശ്വൻ യജ്ഞാശ്വത്തെ ഇന്ദ്രനിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരികയുണ്ടായല്ലോ. അന്ന് കുമാരൻ കാണിച്ച പാടവം ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുകയും സമ്മാനമായി ദേവൻ പൃഥുപുത്രന് അന്തർധാനമായ വിദ്യാമന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. തന്മൂലം വിജിതാശ്വന് അന്തർധാനൻ എന്ന പേരുണ്ടായി. അദ്ദേഹം ശിഖണ്ഡിനെ വേട്ടു. സുന്ദരിയായ അവളിൽ പാവകൻ, പവമാനൻ, ശുചി എന്നിങ്ങനെ 3 പുത്രന്മാർ പിറന്നു. ഈ 3 അഗ്നിദേവതകളും വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം മനുഷ്യരായി പിറക്കാൻ ഇടവന്നതാണ്. കൂടാതെ അന്തർധാനന് നഭസ്വതി എന്ന മറ്റൊരു പത്നിയിൽ ഹവിർധാനനും ജനിച്ചു. നികുതി പിരിക്കലും സത്യം കണ്ടെത്തി ന്യായമായ ശിക്ഷ കൊടുക്കലും പിഴ സ്വീകരിക്കലും ഒക്കെ ക്രൂരമായ പ്രവൃത്തികളാണെന്ന് ഹവിർധാനന് തോന്നി. തന്മൂലം അദ്ദേഹം ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിന്നു. പാപപരിഹാരത്തിനായി ദീർഘകാല സത്രം ആരംഭിച്ചു. അതിൽ അദ്ദേഹം ഭഗവാനെ പൂജിച്ച് വിഷ്ണുപദം പൂകി. ഹവിർധാനന് ബർഹിഷത്ത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജാതവ്രതൻ എന്നീ 6 പുത്രന്മാർ ഉണ്ടായി. ഹവർ ധാനപുത്രനായ ബർഷിഹത്ത് പ്രജാപതി കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളിലും അതിസമർത്ഥനായിരുന്നു. ധാരാളം യജ്ഞങ്ങൾ നടത്തി അദ്ദേഹം പുണ്യം നേടി. കാണുന്ന ഭൂമി മുഴുവൻ ദർഭ വിരിച്ച് യജ്ഞവാടമാക്കി. അതിനാൽ അദ്ദേഹം പ്രാചീന ബർഹിഷത്ത് എന്ന പേരിൽ പ്രസിദ്ധനായിത്തീർന്നു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം സമുദ്രപുത്രിയായ ശതദ്രുതിയെ അദ്ദേഹം വിവാഹം ചെയ്തു. സുന്ദരിയും സർവാലങ്കാര വിഭൂഷിതയുമായ അവളെ കണ്ട് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാം മോഹിച്ചു. ശതദ്രുതിയിൽ ബർഹിസിന് 10 പുത്രന്മാർ ജനിച്ചു. അവരെല്ലാം പ്രചേതസ്സുകളെന്ന ഒരേ പേരോടും ഒരേ വ്രതത്തോടും കൂടിയവരും ധർമ്മരഹസ്യങ്ങൾ അറിഞ്ഞവരുമായിരുന്നു. മക്കളെ പിതാവ് പ്രജാസൃഷ്ടിക്ക് നിയോഗിച്ചു. അവർ സന്താനാഭിവൃദ്ധിക്കു വേണ്ടി തപസ്സു ചെയ്യുവാൻ സമുദ്രതീരത്തേക്ക് പുറപ്പെട്ടു. വഴിക്കുവെച്ച് മഹാദേവന്റെ ഉപദേശപ്രകാരം മഹാവിഷ്ണുവിനെ ധ്യാനിച്ചും പൂജിച്ചും ആരാധിച്ചും അവർ 10,000 വർഷം കഴിച്ചുകൂട്ടി. മുനിമാർക്കുപോലും രുദ്രദർശനം പ്രയാസമാണ്. ഭഗവാൻ ആത്മാരാമനാണെങ്കിലും ലോകപരിപാലനത്തിന് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തമന്മാരായ പ്രചേതസ്സുകൾ പിതാവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ച് തപസ്സു ചെയ്യുവാൻ ഇടം തേടി പശ്ചിമദിക്കിലേക്ക് പോയി. വിശാലമായ സമുദ്രതീരം, അതിനു നടുവിൽ നിർമ്മല ജലമുള്ള പുണ്യസരസ് പരന്നു കിടക്കുന്നു. ചെന്താമര, ഇന്ദീവരം, കൽഹാരം തുടങ്ങിയ പൂക്കളും അരയന്നം, ചക്രവാകം തുടങ്ങിയ പക്ഷികളും പാട്ടുമൂളി പറക്കുന്ന വണ്ടുകളും പച്ചപിടിച്ച വൃക്ഷലതാദികളും മന്ദാനിലനും സർവരുടെയും മനം കവർന്നു. വാദ്യഘോഷങ്ങളും മധുരസംഗീതവും മനസ്സിന് കുളിരേകി. ജലപ്പരപ്പിന് മുകളിൽ ദിവ്യപ്രകാശം പരന്നു. സരസിൽ നിന്നും അനുചര പരിസേവിതനും ദേവശ്രേഷ്ഠനും തപ്തകാഞ്ചന തുല്യനും നീലകണ്ഠനുമായ മുക്കണ്ണൻ പ്രസന്നമുഖനായി ഉയർന്നുവന്ന് എല്ലാവർക്കും ദർശനം നൽകി. പ്രചേതസ്സുകൾ ദേവനെ ഭക്തിയോടെ വന്ദിച്ചു. ധർമ്മവത്സലനായ ഭഗവാൻ പ്രജയസ്സുകളെ കണ്ട് സംപ്രീതനായി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ പ്രാചീന ബഹർഷിത്തിൻ്റെ മക്കളാണെന്നും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നും മനസ്സിലായി. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദർശനം നൽകിയത്. അനന്തകല്യാണമൂർത്തിയായ ഭഗവാൻ വാസുദേവനെ സർവാത്മനാ ശരണം പ്രാപിച്ചവർ എന്നും എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. പരമഭാഗവന്മാരായ നിങ്ങൾ ഭഗവാനെപ്പോലെ തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാകുന്നു. ഭക്തരെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവർ വേറെ ആരുമില്ല. ശ്രീ പരമേശ്വരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രജേസ്സുകൾക്ക് സന്തോഷമായി. മഹാദേവൻ പരിശുദ്ധനും മംഗളപ്രദവുമായ ഒരു സ്തോത്രം വിജനതയിൽ ജപിച്ച് മഹാവിഷ്ണുവിനെ സംപ്രീതനാക്കുവാൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. തൊഴുകൈയോടെ വിനീതരായി നിന്ന് പ്രചേതസ്സുകൾ അത് ശുദ്ധ മനസ്സോടെ സ്വീകരിച്ചു. പരമജ്ഞാനികളുടെ ആനന്ദസിദ്ധിക്കും ഉത്കർഷത്തിനും വേണ്ടി അങ്ങ് മരുവുന്നു. മംഗളമുണ്ടാകുവാൻ വേണ്ടി ഞങ്ങളെയും അനുഗ്രഹിച്ചാലും. പരമാത്മസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. പത്മനാഭനും ഭൂതസൂക്ഷ്മേന്ദ്രിയ ആത്മാവുമായ അങ്ങേക്ക് നമസ്കാരം. ശാന്തനും കാരണഭൂതനും സ്വയം പ്രകാശിക്കുന്നവനും വാസുദേവനുമായ അങ്ങേക്ക് നമസ്കാരം. സൂക്ഷ്മനും ദുരന്തനും
അന്തകനും സംഘർഷണനുമായ അങ്ങേക്ക് നമസ്കാരം. സർവജ്ഞാനിയും അന്തരാത്മാവും പ്രദ്യുപ്നനുമായ അങ്ങേക്ക് നമസ്കാരം. ഇന്ദ്രിയങ്ങൾക്ക് നിയന്താവും മനസ്സിന് അധിഷ്ഠാനമൂർത്തിയുമായ അങ്ങേക്ക് നമസ്കാരം. പൂർണ്ണനും നിഭൂതാത്മാവും പരമഹംസനുമായ അങ്ങേക്ക് നമസ്കാരം. സ്വർഗത്തിനും മോക്ഷത്തിനും ദ്വാരഭൂതനും നിത്യനും മനസ്സിൽ മരുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. ഹിരണ്യവീരനും ചാതുർഹോത്രനുമായ അങ്ങേക്ക് നമസ്കാരം. പിതൃക്കളുടെയും ദേവന്മാരുടെയും അന്നസ്വരൂപനായും യജ്ഞരക്ഷകനായും സോമരൂപനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ജീവികൾക്ക് തൃപ്തി നൽകുന്നവനും ജലസ്വരൂപനുമായ അങ്ങേക്ക് നമസ്കാരം. പൃഥുരൂപനായും സർവതത്വാത്മശരീരിയായും വിരാട് ദേഹമായും വേദരക്ഷകനായും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവയുടെ ശക്തി സ്വരൂപനായും ത്രൈലോക്യപാലകനും വായുസ്വരൂപനുമായും വരുന്ന അങ്ങേക്ക് നമസ്കാരം. ശബ്ദഗുണം വഴി പദാർത്ഥങ്ങളെപ്പറ്റി അറിയുന്നതിനും അകത്തും പുറത്തും വ്യവഹരിക്കാനും ശക്തിയേകുന്ന ആകാശസ്വരൂപന് നമസ്കാരം. മഹത്തായ തേജസ്സോടുകൂടിയ സ്വർഗസ്വരൂപന് നമസ്കാരം. പ്രവൃത്തനും നിവൃത്തനും കർമ്മസ്വരൂപനും പിതൃദേവനുമായ അങ്ങേക്ക് നമസ്കാരം. അധർമ്മഫലസ്വരൂപനും ദുഃഖാദാതവുമായ മൃത്യുരൂപന് നമസ്കാരം. ആശിസ്സുകൾക്ക് കാരണരൂപനും മനുവുമായ അങ്ങേക്ക് നമസ്കാരം. ധർമ്മസ്വരൂപനും ജ്ഞാനിയുമായ ശ്രീകൃഷ്ണ ഭഗവാന് നമസ്കാരം. പുരാണപുരുഷനും സംഖ്യം, യോഗം എന്നിവയുടെ പ്രവർത്തകനുമായ അങ്ങേക്ക് നമസ്കാരം. ശക്തിത്രയ സമേതനും അഹങ്കൃതാത്മാവുമായ രുദ്രമൂർത്തിക്ക് നമസ്കാരം. ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടതും ഇന്ദ്രിയ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായ അങ്ങയുടെ സ്വരൂപം ദർശിക്കുവാൻ കൊതിക്കുന്ന ഞങ്ങൾക്ക് ദർശനം തന്ന് അനുഗ്രഹിച്ചാലും. പ്രചേതസ്സുകൾ ഭഗവാന്റെ ദർശനത്തിനു വേണ്ടി കാത്തിരുന്നു. മനസ്സിൽ ശരീരഭാഗങ്ങൾ ഓരോന്നായി തെളിഞ്ഞു. അതുപ്രകാരം തൻ്റെ രൂപം കാണിച്ചു തരുവാൻ അവർ ഭഗവാനോട് കൊതിയോടെ പ്രാർത്ഥിച്ചു. മനസ്സിൽ തെളിഞ്ഞ രൂപം ആത്മശുദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ധ്യാനിക്കുവാൻ ഉത്തമമാകുന്നു. തന്മൂലം ഭഗവത് സ്വരൂപത്തിലുള്ള ഭക്തി വർദ്ധിക്കും. അങ്ങയിൽ ആത്മസമർപ്പണം ചെയ്തവനെ ലോകം മുഴുവൻ ഒരൊറ്റ പുരികചലനത്താൽ നശിപ്പിക്കുവാൻ കഴിയുന്ന കാലനു പോലും അടിമയാക്കുവാൻ കഴിയില്ല. പരമഭക്തന്മാരുടെ അരനിമിഷത്തെ സംഗമത്തിന് തുല്യമല്ല സ്വർഗവാസവും മോക്ഷവും എന്നറിയുക. ഭഗവത് ഭക്തി മൂലം അജ്ഞാനമകന്ന് മനസ്സ് പരിശുദ്ധമായി തീരുമ്പോൾ ഭഗവത് സ്വരൂപം തെളിയും. പിന്നെ തത്വം എളുപ്പം മനസ്സിലാകും. അതുതന്നെയാണ് പരബ്രഹ്മം എന്ന തിരിച്ചറിവുണ്ടാകുവാനും ബുദ്ധിമുട്ടുണ്ടാകില്ല. ഭഗവാൻ മായ കൊണ്ട് സ്വയം വിശ്വത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ആ ഭഗവാൻ നിത്യസ്വതന്ത്രനാണ്. ആ ലീലാവിഗ്രഹത്തെ ആരാധിക്കുന്നവർ യഥാർത്ഥ തത്വം അറിയുന്നവരാണ്. രാജപുത്രന്മാരെ, നിങ്ങൾ സ്വധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കുക. ഈ സ്തോത്രം ജപിക്കുക. ആഗ്രഹിച്ച സ്വരൂപം ധ്യാനിച്ച് പൂജിക്കുക. മംഗളം ഭവിക്കും. മഹാദേവൻ അന്തർധാനം ചെയ്തു. ഉപദേശം സ്വീകരിച്ച പ്രചേതസ്സുകൾ 10,000 വർഷം ജലത്തിൽ തപസ്സാചരിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അടുത്തൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.